ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവേക് പെട്ടെന്ന് ഫോൺ എടുത്തത്. ഒരു കാര്യമുണ്ട്. ഫോണിൽ നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു. എന്താ? സാഗർ ചോദിച്ചു. കാവിലെ ഉത്സവത്തിന്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. അത് കേട്ടതും എല്ലാവരും അവനെ നോക്കി. അടുത്ത ആഴ്ച കൊടിയേറ്റം. ഇത്തവണ നേരത്തെയാണോ? പ്രഭ ചോദിച്ചു. അതെ, ഈ വർഷം വലിയ ആഘോഷമാകുമെന്നാണ് പറയുന്നത്. വിവേക് പറയുമ്പോൾ ഭാഗ്യയുടെ കൈകൾ ഭയത്താൽ വിറച്ചു. അവളുടെ മുഖത്തെ നിറം മാറുന്നത് രാധിക ശ്രദ്ധിച്ചു. ഭാഗ്യ, എന്തുപറ്റി? രാധിക മെല്ലെ ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി. അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ ഉള്ളിൽ രാധിക പറഞ്ഞ കാര്യങ്ങൾ ഉണർന്നിരുന്നു. കാവ്, ഉത്സവം, ജയിൽ. ആ വാക്കുകൾ മാത്രം മതി അവളുടെ മനസ്സിൽ പേടി നിറയാൻ. അവൾ പതിയെ സാഗറിനെ നോക്കി. സാഗറിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൻ ശാന്തനായി ഭക്ഷണം കഴിക്കുകയായിരുന്നു. എന്നാൽ മറ്റുള്ളവരുടെ ഉള്ളിലും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഉഴുതുമറിയുന്നുണ്ടായിരുന്നു. ഭാഗ്യയുടെ മുഖം മങ്ങിയതിൻ്റെ കാര്യം രാധികയ്ക്കും പ്രഭയ്ക്കും മനസ്സിലായിരുന്നു. അവരുടെ ഉള്ളിലും ഭയമുണ്ടെങ്കിലും അവരാരും അത് പ്രകടിപ്പിച്ചില്ല. പുറത്ത് മഴ ശക്തിയായി പെയ്യാൻ തുടങ്ങി. ഇടിമിന്നലുകൾ ആകാശം കീറി മുറിച്ചു. എന്നാൽ അതിലും ശക്തിയിലായിരുന്നു ഭാഗ്യയുടെ നെഞ്ചു മിടിച്ചിരുന്നത്. മഴയുടെ തണുത്ത കാറ്റ് ജനലഴികളിലൂടെ അകത്തേക്ക് അടിച്ചു കയറിക്കൊണ്ടിരുന്നു. ഉമ്മറത്തിണ്ണയിലെ ചെറിയ ബൾബിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പുകഞ്ഞു തീരുന്ന സിഗരറ്റിന്റെ തുമ്പിലേക്ക് നോക്കി സാഗർ ഇരിക്കുകയായിരുന്നു. കുറച്ചകലെ മാറി തൂണിൽ ചാരി വിവേകമായിരുന്നു. അവരുടെ ഇടയിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. സാഗറെ, വിവേക് പതുക്കെ വിളിച്ചു. അവൻ തന്റെ ഫോണിലെ ആ നോട്ടീസ് ഒരിക്കൽ കൂടി സാഗറിന് നേരെ തിരിച്ചു പിടിച്ചു. തിരുച്ചിറക്കാവിലെ ഉത്സവം അടുത്ത ആഴ്ചയാണ്. അവിടുത്തെ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. ഗിരിയുടെ ആളുകൾ നിന്നെ തന്നെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. ടൗണിലുള്ള കുറച്ചു പേർ വഴി ഞാൻ അറിഞ്ഞു. രാജനും ഗോപിയും മഹേഷും ജയിലിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞു. ഉള്ളിൽ ഉരുണ്ടുകൂടിയ ഭയത്തോടെ അയാൾ പറഞ്ഞു. സാഗർ സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് പുക പുറത്തേക്ക് വിട്ടു. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവരിറങ്ങിയാൽ എനിക്കെന്താ വിവേകേട്ട? ഈ സാഗർ ആരെയും പേടിച്ച് ഒളിച്ചിരിക്കാൻ പോകുന്നില്ല. അവൻ്റെ ചുണ്ടുകൾ പുച്ഛത്താൽ ചുളിഞ്ഞു. നിനക്കൊന്നിനോടും കൂസലില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. വിവേകിൻ്റെ സ്വരത്തിൽ ആകുലത നിറഞ്ഞു. ഗിരി ഇപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ്. അതിൻ്റെ പകരം വീട്ടുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവന്മാർ അന്ന് ജയിലിലേക്ക് പോയത്. ഉത്സവത്തിന് മുൻപ് അവർ പുറത്തിറങ്ങുമെന്ന നാട്ടുകാരുടെ പറച്ചിൽ ഇപ്പോൾ സത്യമായിരിക്കുന്നു. അവർ ആദ്യം വരുന്നത് നിന്റെ അടുത്തേക്കായിരിക്കും. പഴയതുപോലെയല്ല ഇപ്പോൾ. നിന്റെ കൂടി ഒരു പെണ്ണുണ്ട്. ഭാഗ്യയുടെ സംരക്ഷണം കൂടി ഇപ്പോൾ നിന്റെ ചുമതലയാണ്. അതെങ്കിലും നീ ഓർക്കണം. വിവേകിൻ്റെ ആ അവസാനത്തെ വാക്കുകൾ സാഗറിൻ്റെ നെഞ്ചിൽ ചെന്നാണ് അടിച്ചത്. ഭാഗ്യയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു. താൻ കാരണം അവൾക്കൊന്നും സംഭവിക്കില്ല വിവേകേട്ട, ഞാൻ നോക്കിക്കോളാം, സാഗർ പതുക്കെ പറഞ്ഞു. ഉള്ളിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന തൻ്റെ ഇടമുണ്ടായിരുന്നെങ്കിലും ഭാഗ്യയുടെ കാര്യം ഓർത്തപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു നേർത്ത ഭയം മുളപൊട്ടി. ദൂരെ വിജനതയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരൊറ്റ കാര്യമാണ് ചിന്തിച്ചത്. ഭാഗ്യയെ സംരക്ഷിക്കണം. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവൾക്കൊരു പോറൽ പോലും ഏൽക്കരുത്. പാത്രങ്ങൾ കഴുകി വെക്കുന്നതിനിടയിൽ ഭാഗ്യ തൻ്റെ ഉള്ളിലെ പേടി രാധികയോടും പ്രഭയോടും പങ്കുവെക്കുകയായിരുന്നു. രാധികേച്ചി, അമ്മേ, എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു. അല്പം മുൻപ് വിവേകേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ആ ഗുണ്ടകൾ ജയിലിൽ നിന്നിറങ്ങിയാൽ എന്തു ചെയ്യും? അവരേട്ടനെ എന്തെങ്കിലും ചെയ്യുമോ? ഭാഗ്യയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കൃഷ്ണപ്രഭയും രാധികയും പരസ്പരം നോക്കി. അവരുടെ ഉള്ളിലും അതേ ഭയം തന്നെയാണ്. എങ്കിലും ഭാഗ്യയെ കൂടുതൽ പേടിപ്പിക്കേണ്ട എന്ന് കരുതി രാധിക അവളുടെ തോളിൽ കൈവച്ചു. നീ അതോർത്ത് വിഷമിക്കേണ്ട മോളെ. അവർക്കൊന്നും സാഗറിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വിവേകേട്ടൻ വെറുതെ ഒരു മുൻകരുതലിന് പറഞ്ഞതാ. നീ ധൈര്യമായിരിക്കെ. അതേ മോളെ, എൻ്റെ മോനെ തൊടാൻ അവർക്കത്ര എളുപ്പമൊന്നും ആകില്ല. നീ അതോർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട. പ്രഭയും അവളെ ആശ്വസിപ്പിച്ചു. കഴിഞ്ഞ ഉത്സവം ഈ പ്രശ്നം കാരണം മുടങ്ങിയതല്ലേ? അതുകൊണ്ട് ഇത്തവണ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. മോള് ധൈര്യമായിരിക്കെ. രാധിക അവളെ ചേർത്ത് പിടിച്ചു. തന്നെ ആശ്വസിപ്പിക്കാനാണ് ഇവരിതെല്ലാം പറയുന്നത് എന്ന് ഭാഗ്യയ്ക്ക് അറിയാമായിരുന്നു.
അവളുടെ മനസ്സ് അശാന്തമായ കടൽ പോലെ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. അടുക്കളയിലൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും മഴ അല്പം കുറഞ്ഞിരുന്നു. രാധികയും വിവേകും മോളെയും കൂട്ടി തങ്ങളുടെ വീട്ടിലേക്ക് തിരികെ പോയി. കൃഷ്ണപ്രഭ ശങ്കർ മാമ മുൻപ് ഉപയോഗിച്ചിരുന്ന മുറിയിലേക്ക് കിടക്കാൻ പോയതോടെ സാഗറും ഭാഗ്യയും തങ്ങളുടെ മുറിയിലേക്ക് വന്നു. മുറിയിലെത്തിയതും സാഗർ മേശപ്പുറത്തിരുന്ന ഹരിവൈദ്യൻ തന്ന ലേഹ്യവും മരുന്നും എടുത്ത് ഭാഗ്യയ്ക്ക് നേരെ നീട്ടി. ദാ ഇത് കഴിക്ക്. അവൾ അനുസരണയോടെ ഇത് വാങ്ങിക്കഴിച്ചു. സാഗർ പതുക്കെ അവളുടെ കാലുകളിലേക്ക് നോക്കി. ഇപ്പോൾ നടക്കുമ്പോൾ കാലിന് വേദനയുണ്ടോ? ഇല്ലേട്ടാ, ഇപ്പോൾ നന്നായി നടക്കാൻ പറ്റുന്നുണ്ട്. വേദനയൊക്കെ മാറി. അവൾ പതുക്കെ പുഞ്ചിരിച്ചു. പക്ഷെ അവളുടെ മുഖത്തെ പരിഭ്രമം സാഗർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഏട്ടാ, അവൾ മെല്ലെ വിളിച്ചു. എന്താണെന്നുള്ള അർത്ഥത്തിൽ സാഗർ അവളെ നോക്കി. രാധികേച്ചി ഇന്ന് എന്നോട് കഴിഞ്ഞ ഉത്സവത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏട്ടനെന്ന ഗിരിയെ തലക്കടിച്ചതും അവരേട്ടനെ കൊല്ലാൻ നോക്കുകയാണെന്നും എല്ലാം ഞാൻ അറിഞ്ഞു. സാഗർ ഒരു ഞെട്ടലോടെ അവളെ ഒന്ന് നോക്കി. അവളിത് അറിയേണ്ടിയിരുന്നില്ലെന്ന് അവന് തോന്നി. വെറുതെ അവളെ കൂടി പറഞ്ഞ് പേടിപ്പിച്ചല്ലോ എന്ന് അവൻ്റെ ഉള്ളിൽ വിചാരിച്ചു. നീ അതൊന്നും ഓർത്ത് തല പുകയ്ക്കേണ്ട ഭാഗ്യേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. അവൻ അവളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എങ്ങനെ ഓർക്കാതിരിക്കും ഏട്ടാ? ഇനി ദയവ് ചെയ്ത് ഒരു പ്രശ്നത്തിനും പോകരുത്. അത് ഏട്ടന് നല്ലതല്ല. അവർ വലിയ വലിയ ആൾക്കാരല്ലേ. ഏട്ടൻ ഒറ്റയ്ക്ക് അവരെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല. സാഗർ അവളുടെ ആകുലത നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. താൻ കാരണം അവളുടെ സുരക്ഷിതത്വത്തിന് ഒരു ക്ഷതവും ഏൽക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചു. ഞാൻ കാരണം നിനക്കൊരു കുഴപ്പവും വരില്ല ഭാഗ്യേ. എനിക്ക് കുഴപ്പം വരുമെന്നല്ല ഏട്ടാ എൻ്റെ പേടി. ഏട്ടൻ സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുത്തരുത്. ഏട്ടനെ സ്നേഹിക്കുന്നവർക്ക് അത് താങ്ങാനാവില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഭാഗ്യ തൻ്റെ താലിയിൽ മുറുകെ പിടിച്ചു. സാഗറിൻ്റെ ഉള്ളിൽ അവളോട് വാത്സല്യം നിറഞ്ഞു. ഈ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ ഇവൾ എന്നെ ഇത്രയേറെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നവൻ്റെ മനസ്സാലോചിച്ചു. അവൻ്റെ ഉള്ളിലും അവളോടുള്ള അകൽച്ച കുറഞ്ഞു വരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ ദീർഘമായി ഒന്ന് ശ്വസിച്ച ശേഷം അവളുടെ കൈ പിടിച്ച ബെഡിൽ ഇരുത്തി. അവനും അവളുടെ ഒപ്പം ഇരുന്നു. അവർ എന്തായാലും വെറുതെ ഇരിക്കില്ല ഭാഗ്യേ. എനിക്ക് നേരെ എന്തെങ്കിലുമൊക്കെ ആക്രമണം അവർ നടത്താൻ നോക്കും. പക്ഷേ ഞാനായിട്ട് ഇനി അവരുടെ അടുത്തേക്കൊന്നും പ്രശ്നത്തിനും പോകില്ല. ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. സാഗർ അവളുടെ കവിളിൽ പതുക്കെ തഴുകി. ഭാഗ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മിഴിനീർ കവിളിലൂടെ ഒഴുകി അവൻ്റെ കൈകളെ നനച്ചു. സാഗറിൻ്റെ ഉള്ളം പിടഞ്ഞു. അവൻ അവളുടെ കുഞ്ഞു മുഖം കൈക്കുമ്പിൾ ഒതുക്കി. വിവാഹം കഴിഞ്ഞിട്ടും നിനക്ക് ഇങ്ങനെയൊരു ജീവിതം തന്നതിൽ എനിക്കും കുറ്റബോധമുണ്ട് ഭാഗ്യേ. ഇതൊക്കെ അറിഞ്ഞിട്ടും അമ്മ എന്തിന് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുവെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നിന്നെ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നേ അമ്മയ്ക്കുണ്ടായിരുന്നിരിക്കൂ. അവൻ്റെ സ്വരം ഇടറി. ഈ ജീവിതത്തിൽ എനിക്കൊരു പരാതിയുമില്ല ഏട്ടാ. നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി എനിക്ക്. ഇത് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ്. പക്ഷേ ഏട്ടനില്ലാത്ത ഈ ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല. അവൾ അറിയാതെ ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ നിന്ന് വന്നു. സാഗറിന് അത്ഭുതമായിരുന്നു അവളുടെ കണ്ണിലെ ആ തിളക്കം. അത് തന്നോടുള്ള പ്രണയമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എനിക്കറിയില്ല ഭാഗ്യേ, എത്ര സമയമെടുത്തായാലും ഞാൻ നിന്നെ സ്നേഹിക്കും. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല. അവൻ്റെ വാക്കുകൾ ഒരു സ്വപ്നം പോലെ അവൾക്ക് തോന്നിച്ചു. പിറ്റേന്ന് രാവിലെ ടൗണിലെ വലിയൊരു സിനിമാ സെറ്റിൽ വൻ ജനക്കൂട്ടമുണ്ടായിരുന്നു. രാജശേഖര റെഡ്ഡിയുടെ 10 ആൺമക്കളിൽ 8ാമനായ ചന്ദ്രറാവു റെഡ്ഡിയുടെ ഒരേയൊരു മകൻ ഹൃതിക് ചന്ദ്ര റെഡ്ഡി. അവൻ ഇന്ന് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു വലിയ യുവ സിനിമാ നടനാണ്. റെഡ്ഡി കുടുംബത്തിൻ്റെ പണക്കൊഴുപ്പും സ്വന്തം കഴിവും കൊണ്ട് അവൻ സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ്. അവനും ആലേഖയും ഒത്തുള്ള പുതിയ ചിത്രത്തിൻ്റെ ആദ്യത്തെ ഷൂട്ടിംഗ് ദിനമായിരുന്നു ഇന്ന്. പെട്ടെന്നാണ് ആലേഖയുടെ കാർ അവിടേക്ക് വന്നത്. അവളെ കണ്ടപ്പോഴേ ആരാധകർ അവളുടെ അടുത്തേക്ക് എത്താൻ ബഹളം തുടങ്ങി. അവളുടെ ബോഡി ഗാർഡ്സ് ഒരു വിധത്തിലാണ് ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചത്. എന്നാൽ ആലേഖയെ കണ്ടപ്പോഴേ ഹൃത്വിക്കിൻ്റെ ഉള്ളിൽ കാമത്തിൻ്റെ ഒരു കരലെരിഞ്ഞു. ഇവള് കൊള്ളാമല്ലേ സാർ. സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഉഗ്രൻ പീസ് തന്നെയാണ്. അവളുടെ ശരീര സൗന്ദര്യം അളന്നുകൊണ്ട് ഹൃത്വിക്കിൻ്റെ PA പറഞ്ഞു. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹം ഹൃത്വിക്കിൻ്റെ മനസ്സിൽ തോന്നി. ഷൂട്ടിങ്ങിൻ്റെ ഇടവേളകളിൽ അവൻ അവളോട് പലവട്ടം അടുക്കാൻ ശ്രമിച്ചു. പ്രണയം നടിച്ച് സംസാരിച്ചു. എന്നാൽ ആലേഖ അവനെ ഒരു സഹനടൻ എന്നതിലുപരി യാതൊരു വിധത്തിലും പരിഗണിച്ചില്ല.
വളരെ പ്രൊഫഷണലായ അകലം അവൾ സൂക്ഷിച്ചു. എന്നാൽ ഇത് ഹൃത്തിക്കിൽ വലിയൊരു വാശിയാണ് ഉണ്ടാക്കിയത്. താൻ വിചാരിച്ചാൽ വീഴാത്ത പെണ്ണുങ്ങളില്ല എന്ന അഹങ്കാരമുള്ളവന് ആലേഖയുടെ ഈ അവഗണന സഹിക്കാൻ കഴിഞ്ഞില്ല. അവളെ സ്വന്തമാക്കാനുള്ള വഴികൾ അവൻ ആലോചിക്കാൻ തുടങ്ങി. അതിനായി അവളുടെ ഓരോ നീക്കങ്ങളും അവൻ നിരീക്ഷിക്കാൻ ആളുകളെ ഏർപ്പാടാക്കി. അന്ന് വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ ആലേഖ തൻ്റെ കാറുമായി നേരെ പോയത് തങ്ങളുടെ പുതിയ വീടുപണി നടക്കുന്ന സ്ഥലത്തേക്കാണ്. എനിക്ക് നിന്നെ വേണം. ഇതുവരെ ഒരു പുരുഷന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എത്ര ആളുകളാണ് ഞാനുമായി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്നത്. പക്ഷേ നീ അവരെയൊന്നും പോലെയല്ല. അതാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചതും. കാർ ഓടിക്കുന്നതിനിടയിൽ അവൾ സ്വയം പറഞ്ഞു. എന്നാൽ ഹൃത്തിക് അവളെ പിന്തുടർന്ന് അവൾ അറിയാതെ ആ പണിസ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ തൊഴിലാളികളെല്ലാം പണി കഴിഞ്ഞ് വസ്ത്രം മാറുന്ന സമയമായിരുന്നു. ഇതെന്താടാ ഈ പെണ്ണ് ഒറ്റയ്ക്ക് വന്നത്? വീട് പണി ചുറ്റും നടന്ന് കാണുന്ന ആലേഖയെ നോക്കി വിവേക് സാഗറിനോട് ചോദിച്ചു. വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ടായിരിക്കും ഒറ്റയ്ക്ക് വന്നത്, അവൻ പറഞ്ഞു. ഞാനെന്നാൽ ആ മാനേജറുടെ അടുത്ത് ചെന്ന് പൈസ വാങ്ങട്ടെ. നിനക്ക് പോയിട്ട് ധൃതിയുണ്ടോ? അമ്മയും അവളും മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നേരത്തെ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ചെല്ല്, ഞാൻ രാധുവിനെ കൂടിയിട്ടേ വരൂ. പറഞ്ഞുകൊണ്ട് വിവേക് പോയി. സാഗർ തൻ്റെ ബാഗുമെടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആലേഖ അങ്ങോട്ട് വന്നത്. അവൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് സാഗറിൻ്റെ നെറ്റി ചുളിഞ്ഞു. പരിചിത ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് വരുന്ന അവളെ കണ്ടപ്പോൾ അവൾ തന്നെ നോക്കിയാണോ അതോ വേറെ ആരെങ്കിലും ആണോ ചിരിച്ചു കാണിക്കുന്നതെന്ന് അറിയാൻ അവൻ തിരിഞ്ഞു നോക്കി. പക്ഷെ അവനല്ലാതെ മറ്റാരും അവിടെ ഇല്ലായിരുന്നു. വീണ്ടും അവൻ്റെ നെറ്റി സംശയത്താൽ ചുളിഞ്ഞു. ഇയാളാണോ ഇവിടുത്തെ പണിയെല്ലാം നോക്കി നടത്തുന്നത്? അവൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവൾ ചോദിച്ചു. അല്ല മേഡം, മേസ്തിരി ഉണ്ട്, ഞാൻ പണിക്കാരനാണ്. ഓ, പണിയൊക്കെ എളുപ്പം നടക്കുന്നുണ്ടോ? കെട്ടിടത്തിൻ്റെ പണികൾ നടക്കുന്നത് നോക്കുന്നത് പോലെ അഭിനയിച്ച് അവൾ ചോദിച്ചു. കുഴപ്പമില്ല, മഴ പെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. സാഗർ വളരെ ഗൗരവത്തിൽ തന്നെ മറുപടി നൽകി. താൻ ഇവിടെ തന്നെയാണോ താമസിക്കുന്നത്? അവൻ അവളുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല, കുറച്ച് ദൂരെയാ. ഇവിടുന്ന് 10 കിലോമീറ്റർ അധികമുണ്ട്. പേരെന്താ? സാഗർ. ഞാൻ ആലേഖ. അവൾ അവൻ്റെ നേരെ കൈ നീട്ടി. പതിയെ ചിരിച്ചുകൊണ്ട് അവനും അവളുടെ നേരെ കൈ ചേർത്തു. സാഗർ വളരെ സ്വാഭാവികമായാണ് അവളോട് സംസാരിച്ചത്. എന്നാൽ അവനോട് ഓരോന്ന് സംസാരിക്കുന്നതിൽ ആലേഖയ്ക്ക് ഉത്സാഹമായിരുന്നു. ഈ സംഭാഷണം വേഗം അവസാനിച്ചിരുന്നെങ്കിൽ വീട്ടിലേക്ക് പോകാമായിരുന്നു എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. നമുക്ക് പുറത്തു പോയൊരു കോഫി കുടിച്ചാലോ? ആലേഖ ചോദിച്ചു. വേണ്ട മേഡം, എനിക്ക് വീട്ടിൽ പോകാൻ ധൃതിയുണ്ട്. സാഗർ അത് സ്നേഹത്തോട് നിരസിച്ചു. എങ്കിലും ആലേഖ വിട്ടില്ല. ഓ, ഇറ്റ്സ് ഓക്കെ. എന്നാൽ തൻ്റെ ഫോൺ അൺലോക്ക് ചെയ്ത് ഒന്നിക്ക് തന്നെ, എനിക്കൊരു കോൾ ചെയ്യാനാ. സാഗർ തൻ്റെ ഫോൺ അവൾക്ക് നൽകി. അവൾ വേഗം അതിൽ നിന്നും തൻ്റെ നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അടിച്ചു. എന്നിട്ട് അവൻ്റെ ഫോണിൽ തൻ്റെ നമ്പർ ആലേഖ എന്ന് സേവ് ചെയ്ത് തിരികെ നൽകി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നപ്പോൾ അവളെയും തൻ്റെ ഫോണിൽ കാണുന്ന അവളുടെ നമ്പരെയും അന്നയെയും അവൻ സംശയത്തോടെ നോക്കി. ഇവരെന്തിനാണ് തന്നോട് ഇത്ര സൗമ്യമായി സംസാരിക്കുന്നത് എന്നായിരുന്നു അവൻ്റെ സംശയം. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നായിരുന്നു അവൻ്റെ സംശയം. അവൾ സേവ് ചെയ്ത നമ്പർ ഡിലീറ്റ് ആക്കി ഫോൺ പോക്കറ്റിലിട്ട് ബൈക്കിൻ്റെ താക്കോലെടുത്ത് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ ഇതെല്ലാം ദൂരെ തൻ്റെ കാറിലിരുന്ന് ഹൃത്തിക് കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകി. അവൾ ആ സാധാരണ പണിക്കാരനോട് ഇത്രയും അടുത്ത് സംസാരിക്കുന്നതും നമ്പറുകൾ കൈമാറുന്നതും കണ്ടപ്പോൾ അവൻ്റെ ചോര തിളച്ചു. ഇവൾക്ക് അവനുമായി എന്ത് ബന്ധമാണെന്ന് കണ്ടുപിടിക്കാൻ അവൻ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും സാഗറിനെയും അവളെയും തമ്മിൽ വേർപിരിക്കണമെന്ന് അവൻ ഉറപ്പിച്ചു. അന്ന് രാത്രി വിവേകിൻ്റെ വീട്ടിലായിരുന്നു എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. നാളെ രാവിലെ പ്രഭ തിരികെ വീട്ടിൽ പോകും. അതിനു മുൻപ് എല്ലാവർക്കും തങ്ങളുടെ വകയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് രാധിക നേരത്തെ പറഞ്ഞിരുന്നു. രമേശ് ഏട്ടൻ ഇല്ലാത്തപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഇതുപോലെ വന്ന് ഇവരുടെ കൂടെ നിൽക്ക്. ഇനിയെങ്കിലും സ്വന്തമായി കുറച്ച് സന്തോഷിക്കാൻ പഠിക്ക് നോക്ക് ചേച്ചി, രാധിക പറഞ്ഞതും പ്രഭ മെല്ലെ ചിരിച്ചു. വരാം മക്കളെ, നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുന്നത് കണ്ടാൽ മതി അമ്മയ്ക്ക്. ഭാഗ്യയും സാഗറിനെയും നോക്കി പ്രഭ പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണമ്മ. ചേച്ചി പറഞ്ഞതുപോലെ അമ്മ ഞങ്ങളുടെ കൂടെ വന്ന് ഇടയ്ക്കൊക്കെ നിൽക്കണം. അമ്മയ്ക്കായി ഞങ്ങൾ എപ്പോഴും കാത്തിരിക്കും, ഭാഗ്യയും സന്തോഷത്തോടെ പറഞ്ഞു. വരണമെന്ന് തോന്നുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വന്ന് കൂട്ടാം. സാഗർ പറഞ്ഞപ്പോൾ പ്രഭ സമ്മതത്തോടെ തലയാട്ടി. എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചും തമാശകളും ഓർമ്മകളും പങ്കുവച്ചുമിരുന്നു.
ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് വിവേകും സാഗറും വീണ്ടും തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്ന് ആലേഖയെ കണ്ട കാര്യം വിവേകിനോട് പറഞ്ഞില്ലല്ലോ എന്ന് സാഗർ ഓർത്തത്. അവൻ ആലേഖ തന്നെ കാണാൻ വന്നതും തൻ്റെ ഫോണിൽ നമ്പർ സേവ് ചെയ്തതും എല്ലാം വിവേകിനോട് പറഞ്ഞു. എന്നാലും അവൾ എന്തിനായിരിക്കും നിന്നോട് ഇത്ര അടുത്തിടപഴകുന്നത്? വിവേക് ആലോചനയോടെ ദൂരേക്ക് നോക്കിയിരുന്നു. അതുതന്നെയല്ലേ ഞാനും ആലോചിക്കുന്നത്. അവൻ മറുപടി പറഞ്ഞു. എനിക്ക് തോന്നുന്നത് അവൾക്ക് നിന്നോട് എന്തോ ചാഞ്ചാട്ടമുണ്ടെന്നാ. എന്നാൽ അത് കേട്ട് സാഗർ ഞെട്ടി. എൻ്റെ പൊന്നു വിവേകേട്ടാ, കുറച്ച് ഒച്ച കുറച്ച് പറ. ആരെങ്കിലും കേട്ടാൽ എന്താ വിചാരിക്കുക? അവൾ അടുക്കളയിലേക്ക് എത്തി നോക്കി. ഭാഗ്യം ഇതൊന്നും കേൾക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ അവൾക്ക് നിന്നെ ഇഷ്ടമുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ നിനക്ക് അവളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ ദൈവമേ, ഇയാളോട് പറയാൻ പോയ എന്നെ വേണം പിടിച്ചു തല്ലാൻ. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല, നിങ്ങളൊന്നും കേട്ടിട്ടുമില്ല. ഓ എടാ, ഇതിപ്പോൾ എന്താ വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ അവൾക്ക് അങ്ങനെ തോന്നിയത് കൊണ്ട് തന്നെയായിരിക്കും നിന്നോട് മിണ്ടാൻ വന്നത്. നീ നല്ല ഗ്ലാമറുള്ള പയ്യനല്ലേ, അവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമൊന്നുമില്ല. അവനെ ഏറുകണ്ണിട്ട് നോക്കി ഒരു ചിരിയോടെ വിവേക് പറഞ്ഞു. ആ എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തിനാ അതൊക്കെ ആലോചിക്കാൻ പോകുന്നത്? അവൻ പറഞ്ഞു. തീർന്നപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അവൻ ഫോൺ എടുത്തത് നോക്കി. എന്നാൽ വാട്സപ്പിൽ ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് ആണെന്ന് കണ്ടതും ആരാണെന്നറിയാൻ അവൻ ആ മെസ്സേജ് നോക്കി. അപ്പോഴാണ് ആളുടെ പ്രൊഫൈൽ പിക്ചർ അവൻ ശ്രദ്ധിച്ചത്. ആലേഖയായിരുന്നു അത്. അവൻ ഫോൺ ഓഫ് ചെയ്ത് മാറ്റിവെച്ചു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ്റെ ഭാവമാറ്റം കണ്ട് വിവേക് ചോദിച്ചു. അതാ പെണ്ണ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ അറിയാതെ സീൻ ചെയ്തു പോയി. പക്ഷെ ഞാൻ മറുപടിയൊന്നും കൊടുക്കാൻ പോകുന്നില്ല. സാഗർ ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു. എടേ, നീ എനിക്ക് കിട്ടിയ പണി കുളമാക്കുവോ? അവള് നമ്മുടെ മുതലാളിയുടെ മകളാണ്. അവളുമായി തെറ്റിയാൽ പിന്നെ നമ്മുടെ പണി പോവും. പിന്നെ ഈ നാട്ടിൽ നമുക്കൊരു പണി കിട്ടില്ല. വിവേക് ടെൻഷനോടെ പറഞ്ഞു. ഏട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ ഇനി അവളെ പോയി പ്രേമിക്കണമെന്നാണോ ഏട്ടൻ പറയുന്നത്? സാഗറിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എടാ, നിന്നോട് അങ്ങനെയൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. നീ അവളെ വെറുപ്പിക്കാതിരുന്നാൽ മതി. ഈ പണി കഴിയുന്നത് വരെയെങ്കിലും നീ ഒരു തഞ്ചത്തിൽ അവളോട് സംസാരിക്കാൻ ശ്രമിക്ക്. ഇല്ലെങ്കിൽ മോനെ, നമ്മുടെ പണി പോവും. ആ, ഞാൻ എന്ത് വേണമെന്നാ ഏട്ടൻ പറയുന്നത്? എടാ, നീ തൽക്കാലം അവളോട് സാധാരണ പോലെ സംസാരിക്കാൻ ശ്രമിക്ക്. ഒരുപാടൊന്നും അടുക്കാൻ നിൽക്കണ്ട. എന്നാൽ അവളെ ഒഴിവാക്കുകയാണെന്ന് അവൾക്ക് തോന്നരുത്. അങ്ങനെ വേണം സംസാരിക്കാൻ. പിന്നെ നിനക്ക് ഭാര്യയുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അവൾ അധികം മുട്ടാൻ വരില്ല. അതുകൊണ്ട് ഒരുപാട് നാളൊന്നും ഇതിങ്ങനെ മുന്നോട്ട് പോവില്ല. നീ ഇപ്പോൾ അവൾക്ക് റിപ്ലൈ കൊടുക്കാൻ നോക്ക്. വിവേക് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അവൻ കയ്യിലേക്ക് കൊടുത്തു. എനിക്കൊന്നും വയ്യ, വേണമെങ്കിൽ കൊടുക്കുക എന്നും പറഞ്ഞ് അവൻ തൻ്റെ ഫോൺ ഓൺ ചെയ്ത് അയാൾക്ക് കൊടുത്തു. വിവേക് തിരിച്ച് ഒരു ഹായ് അയച്ച് നെറ്റ് ഓഫ് ചെയ്തു വെച്ചു. ഇന്ന് നീ മെസ്സേജ് ഒന്നും നോക്കാൻ പോകണ്ട. സമയം ഇത്രയായില്ലേ. എപ്പോഴും ഇതുപോലെ ചെയ്താൽ മതി. മനസ്സിലായോ? ആ, മനസ്സിലായി. അത്ര താല്പര്യമില്ലാത്ത സ്വരത്തിൽ അവൻ പറഞ്ഞു. എന്നാൽ സാഗർ അയച്ച മെസ്സേജ് നോക്കി തൻ്റെ ബെഡിൽ കിടക്കുകയായിരുന്നു ആലേഖ. അവളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അടുത്തതായി അവനോട് എന്ത് ചോദിക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. നാളെയും പണിയുണ്ടോ എന്നൊരു മെസ്സേജ് അവൻ അയച്ചു. എന്നാൽ അതിൽ ഡബിൾ ടിക്ക് വരാത്തപ്പോൾ അവളുടെ മുഖം ചെറുതായി ഒന്ന് വാടി. അവൻ ഇത്ര വേഗം ഉറങ്ങാൻ പോകുമോ? അവളെ സംശയിച്ചു. അവൻ്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും വരാത്തതിനാൽ അവളുടെ ഉള്ളിൽ നേരിയൊരു വിഷമം തോന്നിയിരുന്നു. ആദ്യത്തെ തവണയായതിനാൽ സാരമില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ സമാധാനിച്ചു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ്